ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ചലഞ്ചാണ്, എ ഡേ വിത്തൗട്ട് ഫോൺ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫോണിൽ ആണല്ലോ രാവിലെ തന്നെ എണീക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. ഫോൺ വിത്തൗട്ട് ഫോണായി ഡേ വിത്തൗട്ട് ഫോണായിരുന്നു ഗൈസ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ നമ്മൾ പാല് വാങ്ങാൻ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇവിടുന്ന് വീട്ടിലെ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്, അപ്പം കട്ടാക്കാം. സോ പാലിലെ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ തന്നെ പാല് വാങ്ങാൻ പോക്കുന്നുണ്ട്. അപ്പം യൂഷ്വലി ഞാൻ വണ്ടി എടുത്താണ് പോകുക, അല്ലെങ്കിൽ ഇന പോയി വാങ്ങിക്കൊണ്ടിരും ഇവിടെ. അന്നേരം ഇന്ന് ഞാൻ വിചാരിച്ചു നടന്ന് പോകാം, കാരണം നമ്മൾ മോർണിംഗ് വിത്തൗട്ട് ഫോൺ കാണുള്ള കോൺസെപ്റ്റ്. അപ്പം നമുക്ക് എന്താ കുറച്ച് നടന്ന് പ്രകൃതിയൊക്കെ കണ്ട് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു പോകാനൊക്കെ തീരുമാനിച്ചിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് ആ നഗ്നമായ സത്യം അറിയുന്നത് ഗൈസ്, പശുവിൻ്റെ കറവ വറ്റി. സോ അതവിടെ ഡ്രോപ്പ് ഔട്ടായി. അന്നേരമാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ വലുതായിട്ട് ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ച് സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എനിവേ നമ്മൾ ഇളനീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ. ഇളനീ Look at this place, guys. അതാണ് വരാമ്പല്. അതെ, ഓർക്കത്ത് തെളിച്ചപ്പോ പിന്നെ എന്തേലും നെവർ മൈൻഡ് ഗൈസ്. ഞാൻ ഫോണ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സമയം നോക്കാൻ വേണ്ടി എടുക്കുന്നത്, പിന്നെ നമ്മൾ ക്യാമറ ഇതിലാണല്ലോ യൂസ് ആക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ എടുത്തിക്കുന്നല്ലാണ്ട് അക്കോർഡിംഗ് ടു അതർ ഡേയ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും ചലഞ്ച് നല്ല സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. റീസെൻ്റായിട്ട് ബുക്ക് വായിക്കണം എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊട്ടും പറ്റുന്നില്ല, കാരണം ഞാനൊരു ബുക്ക് പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബുക്ക് വായിക്കുന്നത് വലിയ താല്പര്യമില്ല. എന്നാലും ഇത് കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്താണ് കയ്യിലുണ്ടല്ലോ, അപ്പം നമുക്ക് എന്താണെന്ന് നോക്കേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തുകൊണ്ടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി കൂടാന്ന്. അപ്പം ഞാൻ വിചാരിച്ച സാധനമല്ല ശരിക്കും ഇത് ഉണ്ടായി വന്നത്. ഞാൻ ഇങ്ങനെ ഒരു സാധനമല്ല, ഇതെന്തോ പോലെ ഉണ്ട്, എന്തോ നമ്മുടെ ഡ്രസ്സിൻ്റെ ടാഗെല്ലാം പോലെയാണ് ലാസ്റ്റ് ആയത്. പക്ഷേ എന്നാലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇത്ര പോലും ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഇതിൽ കുറച്ചുകൂടി എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. അങ്ങനെ നൈറ്റായി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ജേർണലിംഗ് ഒക്കെ ചെയ്യാം, ബിക്കോസ് വൈ നോട്ട്. അപ്പോൾ നമ്മളൊരു വാം ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു കാം മൈൻഡ് സെറ്റിലേക്ക് മാറി ഒരു എസ്തെറ്റിക്കൊക്കെ പിടിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തതൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ത്രൂ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു
ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.